അൻസിബ ഹസനുമായുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിച്ച് ലക്ഷ്മിപ്രിയ. വ്യക്തിപരമായുണ്ടായ പ്രശ്നമാണിതെന്നും അമ്മ സംഘടനയിലെ വിഷയങ്ങളുമായി ഇതിന് യാതൊരു ബന്ധമില്ലെന്നും ലക്ഷ്മിപ്രിയ മാധ്യമങ്ങളോട് പറഞ്ഞു. അൻസിബ ഹസൻ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ കുടുംബവുമായി ജീവിക്കുന്ന വ്യക്തിയാണ്. വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതയായ വ്യക്തി. എൻ്റെ ഫോണിൽ ലോക്കില്ല. എൻ്റെ മക്കളോ ഭർത്താവിനോ സുഹൃത്തുക്കൾക്കോ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആക്സസ് ചെയ്യാൻ പാകത്തിന് ഓപ്പണാണ് എൻ്റെ ഫോൺ എപ്പോഴും വെക്കാറുള്ളത്. ഡിസംബർ 10 രാത്രി അൻസിബ ഹസൻ എൻ്റെ ഫോണിലേക്കൊരു മെസ്സേജ് അയച്ചു. മറുപടിയായി എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ വർക്കിലാണ്, പിന്നീട് വിളിക്കാമെന്ന് അൻസിബ പറഞ്ഞു. അതിനുശേഷം പലതവണ ഞാൻ ഈ മോളെ വിളിച്ചു. ഇപ്പോഴും അൻസിബയോട് അനിയത്തിയെപ്പോലെ വാത്സല്യമുണ്ട്. എനിക്ക് വ്യക്തിവൈരാഗ്യമോ പരാതിയോ ഒന്നും ആ കുട്ടിയോടില്ല. എൻ്റെ മകൾക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ. എപ്പോഴും എൻ്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു, പുറത്തു പോകാറുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്ന കുട്ടിയാണ് അൻസിബ. എന്താണ് ഇങ്ങനെയൊരു മെസ്സേജ് അയക്കാനുള്ള കാരണമെന്ന് എന്നോട് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ ഭർത്താവ് ഈ മെസ്സേജ് വായിക്കുകയും അദ്ദേഹം വളരെ പാനിക്കാവുകയും എൻ്റെ വീട്ടിൽ ഇതിനെച്ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാനുള്ള കാരണവുമായി. ശ്രീനിയേട്ടൻ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ പോലും അൻസിബ എൻ്റെ വീട്ടിലേക്ക് വരണം, മോൾ ജയേഷേട്ടനെ കണ്ട് ഇതൊക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ ഭർത്താവിനോട് ഫോണിലെങ്കിലും ഈ വിഷയം സംസാരിക്കണമെന്ന് പറഞ്ഞു. അതിനൊന്നും ആ കുട്ടി തയ്യാറായിരുന്നില്ല. പിന്നീട് യാതൊരു വിധത്തിലും എൻ്റെ മെസ്സേജിന് മറുപടി തരികയോ എൻ്റെ കോളുകൾ അറ്റൻഡ് ചെയ്യുകയോ ആ കുട്ടി ചെയ്തിട്ടില്ല. എൻ്റെ കുടുംബജീവിതം മോശമാകുന്നു എന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് ഹിൽ പാലസ് വനിതാ സെല്ലിൽ ജനുവരി മധ്യത്തോടെ പരാതി കൊടുത്തത്. അൻസിബയുടെ പേരിൽ FIR ഇടണമോ എന്ന്, കേസ് രജിസ്റ്റർ ചെയ്യണമോ എന്ന് പോലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ ആവശ്യം എൻ്റെ ഭർത്താവിൻ്റെ മുന്നിലിരുന്ന് ഈ മെസ്സേജ് എന്തുകൊണ്ട് അയച്ചു എന്ന് അൻസിബ പറയണമെന്ന് മാത്രമായിരുന്നു. എന്നാൽ ഈ സംഭവം അൻസിബ തെറ്റിദ്ധരിപ്പിച്ചെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു. 3 മണിക്കൂറോളം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ഹരാസ് ചെയ്തു എന്നായിരുന്നു അൻസിബയുടെ ആരോപണം. ലക്ഷ്മിപ്രിയയുടെ പേര് അൻസിബ പറഞ്ഞിരുന്നില്ല. പരാതിക്കാരിയുടെ ഭർത്താവ് ഗാർഹിക പീഡനം നടത്തിയെങ്കിൽ അതിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യില്ലെന്നും അൻസിബ ഹസൻ മാധ്യമങ്ങളോട് പറഞ്ഞു.